വളരെ നിർഭലമായ ഒരു അവസ്ഥയായിരുന്നു. വളരെ ഇമോഷണൽ അവസ്ഥയിലൂടെയാണ് ഞങ്ങൾ ഓരോരുത്തരും കടന്നുപോയത്. പിയാസയില് പ്രത്യേകിച്ച് ലക്ഷക്കണക്കിന് ആളുകളാണ് ഉണ്ടായിരുന്നത്. പിയാസ് മൊത്തം നിറഞ്ഞു കവിഞ്ഞ ഒരു വലിയ ജനസാഗരമായിരുന്നു. അപ്പോൾ ഈ ഓരോ ശുശ്രൂഷ തുടങ്ങുന്ന ആ നിമിഷം മുതൽ തന്നെ നമുക്ക് ഫീൽ ചെയ്യാമായിരുന്നു ആളുകളുടെ, ജനങ്ങളുടെ, നമ്മുടെയൊക്കെ ആ സ്നേഹം പരിശുദ്ധ പിതാവിന് അവസാനമായിട്ട് സമർപ്പിക്കുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള ഒരു അവസ്ഥ. അപ്പൊ തീർച്ചയായിട്ടും വളരെ ഒരു ഇമോഷണൽ ആയിട്ടുള്ള അവസ്ഥയിലൂടെയാണ് കടന്നുപോയത്. നമ്മൾ പലരോടും കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ അവർ പറയുന്നതൊക്കെ കേട്ടതനുസരിച്ചും നമുക്ക് വളരെ മറക്കാനാവാത്ത ഒരു സന്ദേശമാണ് പരിശുദ്ധ പിതാവ് നമുക്ക് നൽകിയിട്ട് പോയത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ലാസ്റ്റ് ഗുഡ് ബൈ പറയുമ്പോൾ എല്ലാവർക്കും വളരെ ഒരു ഹൃദയ നിർഭരമായ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നുപോയത്. ജനലക്ഷങ്ങളാണ് ടീച്ചർ പറഞ്ഞതുപോലെ കാണാം. പരിശുദ്ധ പിതാവിന് വേണ്ടിയുള്ള ഈ കുർബാനയിൽ ലോകത്തിന്റെ നാനാഭാഗങ്ങളായിട്ട് ആളുകൾ എത്തിയിട്ടുണ്ടായിരുന്നു. 165 രാജ്യങ്ങളിൽ നിന്ന് രാഷ്ട്ര തലവന്മാരുണ്ടായിരുന്നു. അതുപോലെ മറ്റ് ഡിഗ്നിറ്ററീസ് ഉണ്ടായിരുന്നു, മറ്റ് പ്രമുഖ നേതാക്കന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ കൗമാരക്കാരുടെ ജൂബിലി ഈ സമയത്ത് അവരും ഒരു 80,000-ൽ കൂടുതൽ യൂത്ത് ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ വളരെ വലിയ ജനസാഗരമായിരുന്നു. മൊത്തം ഇമോഷണൽ ആയിരുന്നു. ചില വിശ്വാസികള് പരിശുദ്ധ പിതാവിന്റെ ഫോട്ടോ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പാപ്പയുടെ സ്നേഹം, പാപ്പയോട് ഗുഡ് ബൈ പറയുന്നതായിട്ട് നമുക്ക് കാണുവാനിടയായി. അതുപോലെ ചിലര് പൊട്ടിക്കരയുന്നുണ്ട്, വിങ്ങിക്കരയുന്നുണ്ട്, കണ്ണുകളടച്ച് ആത്മാർത്ഥമായിട്ട് വളരെ വികാര നിർഭരമായിട്ട് പ്രാർത്ഥിക്കുന്നതും അവരുടെ അന്ത്യ ഉപചാരം അർപ്പിക്കുന്നതും ഒക്കെ നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിച്ചു. വളരെ ഒരു ഹൃദയസ്പർശിയായ ഒരു ഫീലായിരുന്നു നമുക്ക് ഈ കുർബാനയിൽ സംഭവിച്ചത്, അനുഭവപ്പെട്ടത്. ആ ഒരു വിലാപയാത്ര അത് ചരിത്രത്തിൽ ഇത്തരത്തിൽ ഒരു സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നിന്നും മേരി മെജോറ ബസിലേക്ക് നടക്കുന്ന ആ ഒരു വിലാപയാത്ര അത് പൂർണ്ണ ഔദ്യോഗിക ബഹുമതിയോടുകൂടിയായിരുന്നു. എനിക്ക് ഇറ്റാലിയൻ പോലീസ് അകമ്പടി വാഹനങ്ങൾ ഉണ്ടായിരുന്നു, ഇറ്റാലിയൻ പോലീസ് ബൈക്കിൽ അകന്നു. അങ്ങനെ റോമിന്റെ എല്ലാ വഴിയിലൂടെ ഇരുവശത്തും ആളുകൾ, ഒരുപാട് പേർ അവിടെ കൈയടിച്ചുകൊണ്ട് ഒരു വീരോചിതമായ ഒരു യാത്രയായപ്പോഴാണ്. തീർച്ചയായിട്ടും ഡിജോ, ഒരു സ്റ്റേറ്റിന്റെ തലവൻ എന്ന നിലയിൽ വളരെ സ്റ്റേറ്റ് ബഹുമതികളോടുകൂടെ വളരെ റെസ്പെക്റ്റോടുകൂടെയുള്ള കാര്യങ്ങൾ പ്രൊസീജിയറോടെ തന്നെയാണ് പാപ്പയുടെ വിലാപയാത്ര സെന്റ് മരി മേജർ ബസിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണുവാനായിട്ട് സാധിച്ചു. രണ്ടു വശത്തും ആളുകൾ എല്ലാവരും ഗ്രീറ്റ് ചെയ്യുന്നതും അന്ത്യ ഉപചാരം അർപ്പിക്കുന്നതും ഒക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എല്ലാവരും വളരെ ശ്രദ്ധയിൽപ്പെട്ടതെന്ന് വെച്ചാൽ എല്ലാവരും കൈ അടിച്ചുകൊണ്ടാണ് പാപ്പയുടെ ശരീരം കടന്നു പോകുമ്പോൾ കൈ അടിച്ചുകൊണ്ടാണ് അവർ ഗ്രീറ്റ് ചെയ്യുന്നത്. അതായത് അവരുടെ സന്തോഷം അവർ പ്രകടിപ്പിക്കുകയാണ്. ഒരു നിലയിൽ പറഞ്ഞാലും അതായത് അവർക്ക് നന്ദിയുടെ ഒരു വാക്കുകൾ അവർ കൈയടിയിലൂടെ പ്രകാശിപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെയാണെങ്കിലും വത്തിക്കാൻ സ്ക്വയറിലാണെങ്കിലും എല്ലാവരും ഓരോ കാര്യങ്ങൾ പരിശുദ്ധാവിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ അവര് കൈ അടിച്ചുകൊണ്ട് അവർ ഏറ്റുവാങ്ങുകയായിരുന്നു പരിശുദ്ധാവിന് സ്നേഹം, പരിശുദ്ധാവിനോടുള്ള സ്നേഹം കാണിക്കുവാനായിട്ട് വേണ്ടി. പ്രത്യേകിച്ച് ഇന്നത്തെ വചന ശുശ്രൂഷയില് കാർദിനാൾമാരുടെ ഡീനായ ജോവാനി ബാത്തിസ്തേറെ പറയുകയുണ്ടായി, പരിശുദ്ധ പിതാവ് ഈ 12 വർഷങ്ങൾ കൊണ്ട് ചെയ്ത എക്സ്ട്രാ ഓർഡിനറി കാര്യങ്ങൾ, വളരെ അസാധാരണമായ കാര്യങ്ങൾ ചെയ്യുകയുണ്ടായി. സ്നേഹവും മറ്റുള്ളവരുടെ കരുതലും ഒക്കെ കാണിച്ചുകൊണ്ട് അതിൽ എടുത്തു പറയപ്പെട്ട ഒരു കാര്യം ഇതാണ്: എല്ലാ പ്രാവശ്യവും പരിശുദ്ധ പിതാവ് ജനങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ ഡു നോട്ട് ഫർഗെറ്റ് ടു പ്രേ ഫോർ മീ എന്ന് പറയായിരുന്നു. നിങ്ങൾ ഒരിക്കലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി മറക്കരുതെന്ന്. അപ്പോൾ കർദിനാൾ പറയുകയായിരുന്നു, ഇനി നമുക്ക് പരിശുദ്ധ പിതാവിനോട് പറയാം, ഞങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിലിരുന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഹോമിലി, വളരെ ഹൃദയസ്പർശിയായ ഹോമിലി എന്ന് അവസാനിപ്പിച്ചതും. അപ്പോൾ തീർച്ചയായിട്ടും ജനങ്ങൾ വളരെ വികാര നിർഭരരാണ്. സ്നേഹത്തോടും അവരുടെ പിതാവിനോടുള്ള സാമീപ്യവും സ്നേഹവും ഒക്കെ അവര് പ്രകടമാക്കിയാണ് അവരുടെ സാന്നിധ്യം ഇവിടെ ആയിരിക്കുന്നത് കൊണ്ട്. ഒരു വിശുദ്ധാത്മാവാണ് കടന്നുപോയത് എന്ന് തന്നെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു അല്ലെ വത്തിക്കാനിലെ ആ ഒരു തിരുക്കർമ്മങ്ങളെല്ലാം. തീർച്ചയായിട്ടും അത് വളരെ ക്ലിയർ ആണ്. ഇത്രയും ജനസാഗരം വന്ന് ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ ഡിജ പറഞ്ഞ പോലെയുള്ള അത് തന്നെ ഒരു ഫീലാണ്. ഒരു വലിയ പിതാവ് സ്വന്തം അപ്പനെ പോലെ എല്ലാ ആടുകളെയും കണ്ട ആ ആടുകളുടെ മണം അറിഞ്ഞ ഒരു ഇടയൻ കടന്നുപോയ ഒരു പ്രതിനിധി തന്നെയാണ്. അതുപോലെ എല്ലാ ആളുകൾക്കും അതേ ഫീലാണ്, എല്ലാ വിശ്വാസികൾക്കും അതേ ഫീല് തന്നെയാണ് ഉള്ളത്. അതുപോലെ വിശ്വാസികൾ മാത്രമല്ല, നാനാജാതി ആളുകളും പല റിലീജിയൻസിൽ നിന്നുള്ള ആളുകളും ഒക്കെ ഇവിടെ വന്നിരുന്നു. ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുവാനും പരിശുദ്ധാവിനുള്ള
അന്തിമ ഉപചാരം അർപ്പിക്കുവാൻ വേണ്ടി അവർ പല തലത്തിലുള്ള പല മതങ്ങളിലുള്ള ആളുകളും ഇവിടെ കണ്ടിരുന്നു. അപ്പൊ അതൊക്കെ നമ്മളോട് കാണിക്കുന്ന ഒരു കാര്യം കൂടി വെച്ചാ, ഞാൻ ആ വിലാപയാത്ര കാണുമ്പോൾ ഇപ്പൊ നമ്മൾ ഔദ്യോഗികമായ ഒരു ബഹുമതി ഒരു രാഷ്ട്രത്തലവെന്ന് കൊടുക്കുമ്പോഴും ആ ഒരു പേടകം, അതായത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മൃതദേഹം വഹിച്ചിരുന്ന ആ ഒരു പെട്ടി, വാഹനത്തിന്റെ പിന്നിൽ ഒരു പൂ പോലും വെക്കാതെ വെറുതെ വെച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. കാരണം ഒന്നുമില്ല, വളരെ ലളിതമാണ്. ആ വാഹനം മാത്രം, ഫ്രാൻസിസ് മാർപ്പാപ്പ വിദേശയാത്രകളൊക്കെ പോകുമ്പോൾ ഇതുപോലെ ജനങ്ങളെ ഈ തെരുവിലൂടെ പോകുമ്പോൾ ആശീർവദിക്കാനും കാണാനും പോകുന്ന ഒരു വാഹനമാണത്. അപ്പം അതിൽ ഒന്നുമില്ലാതെ, ആരുമില്ലാതെ വെറുതെ ഒരു പേടകം മാത്രം വെച്ചേക്കുന്നു. വാഹനം പോലും ഒരു തരത്തിലും അലങ്കരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്ന് നമുക്കത് വളരെ അതിശയിപ്പിക്കുന്നതാണ്. തീർച്ചയായിട്ടും ജിജോ, വളരെ പരിശുപിതാവ് ആഗ്രഹിച്ചതുപോലെ അവസാന വില്ലിൽ പറഞ്ഞിട്ടുണ്ടായതുപോലെ വളരെ സിമ്പിൾ ആയിട്ട് തന്നെയാണ് ഫിനറലില്, അതായത് ഈ കബറടക്കുന്ന പെട്ടിയും എല്ലാം കോഫിനെല്ലാം അറേഞ്ച് ചെയ്തും അത് പ്രിപ്പയർ ചെയ്തും വളരെ സിമ്പിളായ ഒരു പെട്ടിയിലാണ് പരിശുപിതാവിന്റെ ഭൗതിക ശരീരം വെച്ചതും പ്രദർശനത്തിന് വെച്ചതും ഒക്കെ കഴിഞ്ഞ 3 ദിവസങ്ങൾ നമ്മൾ കാണുകയുണ്ടായി. ഇന്ന് പ്രത്യേകമായിട്ട് നമ്മൾ കാണുവാൻ സാധിച്ചതും വിശുദ്ധ കുർബാനയുടെ തുടക്കത്തിൽ തന്നെ ഭൗതിക ശരീരം എടുത്തുകൊണ്ട് വന്ന് ആൾക്കാരുടെ മുമ്പിൽ വെക്കുകയുണ്ടായി. വളരെ സിമ്പിളായ ഒരു പറയാം സിമ്പിളായ ഒരു പെട്ടിയാണ്. അപ്പം ഒരു പൂവുകളോ മറ്റു വേറെ അലങ്കരിക്കുന്ന രീതിയിലുള്ള വസ്തുക്കളോ ഒന്നുമില്ലാതെ വളരെ സിമ്പിളായിട്ട് തന്നെയാണ്. അതുപോലെ തന്നെയാണ് അവർ ഇവിടുന്ന് വിലാപയാത്രയായിട്ട് എടുത്തുകൊണ്ട് പോയപ്പോഴും അതേ രീതിയിൽ തന്നെ ആ സിംപ്ലിസിറ്റി അതുപോലെ തന്നെ കീപ്പ് ചെയ്തുകൊണ്ടാണ്. ഞങ്ങൾ പറയും, ജോബിയച്ചനോടൊക്കെ പറയുണ്ടായി, ഒരു പൂ പോലും ഇല്ലല്ലോ എന്ന്. അപ്പൊ അവര് പിതാവ് പറഞ്ഞതനുസരിച്ച് പോലെ തന്നെ ഒരു അലങ്കാരമില്ലാതെ അതുപോലെ തന്നെയാണ് പിന്നെ ഭവിച്ചുകൊണ്ടുള്ള വെട്ടി മരിയമച്ചറിലേക്ക് പോയത്. തീർച്ചയായിട്ടും നമുക്ക് കാണുമ്പോൾ ഒരു സങ്കടമുണ്ടെങ്കിലും ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് അത് കാണുമ്പോൾ വളരെ സന്തോഷമുണ്ടായിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹം ഒരുപാട് സന്തോഷിക്കുന്നുണ്ടാവും ഈ ഒരു ദൃശ്യം കാണുമ്പോൾ എന്ന് തന്നെ നമുക്ക് തോന്നും. ഒരുപക്ഷെ നമുക്ക് സങ്കടമുണ്ടായിരിക്കും, കാരണം നമ്മൾ മാർപ്പാപ്പയെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ ഫ്രാൻസിസ് മാർപ്പാപ്പ സ്നേഹിച്ചത് ദാരിദ്ര്യത്തെയാണ്, ഒന്നുമില്ലായ്മയാണ്. അപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയെ സംബന്ധിച്ചോളം അത് വളരെയധികം സന്തോഷം നൽകുന്നൊരു കാഴ്ചയാണ്. ഇപ്പോൾ വത്തിക്കാനിൽ സാധാരണ ഇപ്പോൾ അച്ഛൻ നിൽക്കുന്നത് ഒരു പുറത്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. വത്തിക്കാൻ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിന്റെ പുറത്താണ്. ഇപ്പോൾ അവിടെ ട്രാഫിക്കും മറ്റു കാര്യങ്ങളും എല്ലാം സാധാരണഗതിയിലേക്ക് ആയോ? ഞാനിപ്പോൾ നിൽക്കുന്നത് വത്തിക്കാൻ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ വലത് സൈഡത്താണ്. മ്യൂസിയത്തിന് അടുത്തുള്ള റോഡാണിത്. ഇവിടെ ഫുള്ള് കംപ്ലീറ്റ് ബ്ലോക്ക് ആണ്. ഇതിന് സമീപ പ്രദേശത്തുള്ള ഏതാനും റോഡുകൾ കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ആയിട്ടുണ്ട്. അവര് ട്രാഫിക് മൊത്തം ആയിട്ട് ട്രാഫിക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ജനങ്ങൾ ഇത്രയും പേര് വലിയ ജനാവധി ഉള്ളത് കൊണ്ട് തന്നെ അവരത് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. റോമിന്റെ മറ്റു ഭാഗങ്ങളിൽ വാഹനങ്ങളുടെ കാര്യങ്ങളൊക്കെ നോർമലായിട്ട് തന്നെ പോകുന്നുണ്ട്. പക്ഷേ ഈ വത്തിക്കാന്റെ അടുത്തുള്ള ഭാഗങ്ങളിൽ മാത്രമാണ് ഇതുപോലെ കൺട്രോള് ചെയ്തിട്ടുള്ളത്. അതുപോലെ മെട്രോയും ബസ്സുകളും ടാക്സികളും ഒക്കെ സാധാരണ പോലെ ഓടുന്നുണ്ട്. അത് വത്തിക്കാൻ ഇവിടെ നിന്നും 1 കിലോമീറ്റർ 2 കിലോമീറ്റർ ഒക്കെ അപ്പുറമായിട്ട് എല്ലാ വശത്തും ബ്ലോക്ക് ഉണ്ട്. ഇതിന്റെ സെക്യൂരിറ്റി കൺട്രോൾ ചെയ്യാൻ വേണ്ടി. അല്ലെങ്കിൽ ഈ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ പരിസര പ്രദേശങ്ങൾ ഒഴിച്ചാൽ ബാക്കി ഭാഗത്തുള്ള റോമൻ നഗരം നോർമലായിട്ട് തന്നെയാണ് പോകുന്നത്. ഇന്നു മുതൽ സഭ ഔദ്യോഗികമായ 9 ദിവസത്തെ ദുഃഖാചരണത്തിൽ, നവംധ്യാൽസ് എന്ന് പറയുന്ന ഒരു ദുഃഖാചരണത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നാളെ മുതൽ ഓരോ ദിവസവും വിശുദ്ധ കുർബാന അർപ്പിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് മെയ് 4 വരെ അല്ലേ? അതെ 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 9 ദിവസത്തെ നൊവേനയാണ് പ്രാർത്ഥന, പ്രത്യേക പ്രാർത്ഥന വിശുദ്ധ പിതാവിന് വേണ്ടി. അപ്പോൾ അത് പറഞ്ഞതുപോലെ ഓരോ ദിവസവും ഓരോ കർദിനാൾമാരാണ് ഇതിനുവേണ്ടി നേതൃത്വം കൊടുത്ത് പ്രാർത്ഥിക്കുന്നത്. അതിന്റെ സമയ വിവരങ്ങളും വത്തിക്കാൻ ന്യൂസ് പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പൊ 9 ദിവസം പ്രാർത്ഥനയ്ക്ക് ശേഷമായിരിക്കും കോൺക്ലേവും മറ്റു കാര്യങ്ങളും അവര് അനൗൺസ് ചെയ്യുക, അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അനൗൺസ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ ഇന്നു മുതൽ ഉള്ള മെയ് 5 മുതൽ ഏത് ദിവസവും തുടങ്ങാമെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. കാരണം ഈ 9 ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രാർത്ഥനകൾക്ക് ശേഷം നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം ഉടനെ തന്നെ അതിന്റെ കൂടുതൽ വിവരങ്ങൾ ഞങ്ങൾ അറിയിക്കുന്നതായിരിക്കും. എന്തായാലും നമ്മൾ ഈ ഒരു തത്സമയ സംരക്ഷണമൊക്കെ ഒന്ന് അവസാന ഘട്ടത്തിൽ എത്തുമ്പോൾ നമുക്ക് ഇനി പ്രാർത്ഥിക്കാനുള്ളത് ഫ്രാൻസിസ് മാർപ്പാപ്പയെ എത്രയും പെട്ടെന്ന്, അത് കാലതാമസം കൂടാതെ തന്നെ
വിശുദ്ധ പദവിയിലേക്ക് സഭ ഉയർത്തണമെന്ന് തന്നെയാണ് അല്ലേ? തീർച്ചയായിട്ടും വിശുദ്ധ പിതാവ് ജീവിച്ചിരിക്കുന്ന ഒരു വിശുദ്ധൻ തന്നെയാണെന്ന് പറയാം. ഒത്തിരിയേറെ നന്മ പ്രവർത്തികൾ ചെയ്യുകയും പാവങ്ങൾക്കും ഒന്നുമില്ലാത്തവർക്കും വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കുകയും അവർക്ക് വേണ്ടി അവരുടെ ശബ്ദമായി തീരുകയും ചെയ്ത പരിശുദ്ധ പിതാവ് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ഡിജ പറഞ്ഞ പോലെ അങ്ങനെ തന്നെയാണ് നമുക്കും പ്രതീക്ഷിച്ചത് തന്നെ പലരും പ്രേക്ഷകർ നമ്മൾ ഈ ഒരു തത്സമയ സംരക്ഷണം ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഈ ഒരു യൂട്യൂബ് ലൈവിന്റെ ലൈവ് ചാറ്റില് നമ്മൾ അങ്ങനെ ഒരു പോൾ ഇട്ടിരുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പയെ കാലതാമസം കൂടാതെ തന്നെ വിശുദ്ധ പദവിയിലേക്ക് സഭ ഉയർത്തേണ്ട എന്ന്. എനിക്ക് തോന്നുന്നു ഏകദേശം 10,000-ലധികം ആളുകൾ ഈ ഒരു പോളിൽ പങ്കെടുത്തു. അതിൽ 94% ആളുകൾ നമുക്ക് ഈ ഒരു തത്സമയം യൂട്യൂബ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് സൈഡിലുള്ള ആ ഒരു ലൈവ് ചാറ്റിൽ കാണാം. ഏകദേശം 10,000-ലധികം പേർ പങ്കെടുത്തിട്ടുണ്ട്. അതിൽ 94% പേര് പറയുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഉടനെ തന്നെ ഒരു വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തണം എന്ന് തന്നെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും ആഗ്രഹം, വിശ്വാസികളുടെ എല്ലാവരുടെയും ആഗ്രഹം ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഉടനെ വിശുദ്ധ പദവിയിൽ നമ്മുടെയൊക്കെ അൾത്താരകളിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയെ വേണമെന്ന് തന്നെയാണ്. അതെ, തീർച്ചയായിട്ടും ജനങ്ങളുടെ ആഗ്രഹം അത് തന്നെയാണ്. പക്ഷെ നമുക്കറിയാവുന്ന പോലെ സഭയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനയിലൂടെ നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾ ലഭിക്കുന്നതിലൂടെ ഒക്കെ പരിശുദ്ധ പിതാവിന്റെ പോപ്പുലാരിറ്റി കൂടുതൽ ആത്മീയമായിട്ടും അങ്ങനെ കൂടുതൽ പേര് പരിശുദ്ധ പിതാവിന്റെ മധ്യസ്ഥം വഴി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഡിജ പറഞ്ഞ പോലെ അതിന്റെ പ്രോസസ്സുകളും ആരംഭിക്കുന്നതായിരിക്കും. സഭാതലത്തിലുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ ഫോളോ ചെയ്ത് പറഞ്ഞതുപോലെ ഒരു ദിവസം തീർച്ചയായിട്ടും വിശുദ്ധനായിത്തീരുന്ന ആ ലെവലിലേക്ക് എത്തിച്ചേരുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കുവാനായിട്ട് സാധിക്കുക. കൃഷ്ണൻ, ഓക്കെ, എന്തായാലും ഒരുപാട് നന്ദി അച്ഛ. ജോബി അച്ഛനും അതോടൊപ്പം തന്നെ ജോജി അച്ഛനും ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി ബന്ധപ്പെട്ട വാർത്തകൾ വളരെ അപ്ഡേറ്റ് ആയിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ആ ദിവസം മുതൽ ഞങ്ങൾക്ക് വത്തിക്കാനിൽ നിന്ന് നൽകിയിരുന്നു. ഓരോ ദിവസവും കൃത്യമായിട്ട് തന്നെ. ജോബി അച്ഛൻ ഉണ്ടോ? ഇപ്പൊ അടുത്തുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒന്ന് തത്സമയം കാണാൻ സാധിക്കുമായിരുന്നു. ഒരു മിനിറ്റ്, ഞാൻ ജോബിച്ചനിലേക്ക് മാറാം. ഇപ്പൊ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അഡോളസൻസിന്റെ ജൂബിലിക്ക് വന്നിട്ടുള്ള കുട്ടികള് ഈ സ്ക്വയറിൽ നിന്ന് അവരവരുടെ സ്ഥലങ്ങളിലേക്ക് ഇവരൊക്കെ ജൂബിലിക്ക് വന്നവരാണ്. അതുപോലെ തന്നെ ഫ്യൂണറൽ മാസിനും പാർട്ടിസിപ്പേറ്റ് ചെയ്തവരാണ്. ഓക്കെ, അവര് ഈ ഒരു ജൂബിലിക്ക് വേണ്ടിയായിട്ട് വന്നതാണ്. അതിനുശേഷമാണ് അവർക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഈ ഒരു മൃതസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചത്. അത് തന്നെ, ജൂബിലിക്ക് വേണ്ടി വന്നതാണ് അവര്. കാരണം പ്ലാൻ ചെയ്തായിരുന്നല്ലോ. നാളാഴ്ച വിശുദ്ധനാകാൻ പോകുന്ന കാർലോ അക്വിത്തിസിന്റെ കാനനൈസേഷനും കൂടെ ആയിരുന്നല്ലോ. അപ്പോൾ ഈ പരിശുദ്ധപിതാവിന്റെ വേർപാട് മൂലം അത് മാറ്റിവെക്കേണ്ടതായിട്ട് വന്നു. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവർക്ക് ഈ കാര്യങ്ങളിലും പരിശുദ്ധപിതാവിന്റെ ബലിയില് പരിശുദ്ധപിതാവിന് വേണ്ടി ഇവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുമായിട്ട് സാധിച്ചു. അതുകൊണ്ടാണ് വലിയൊരു ഗ്രൂപ്പിനെ നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. വലിയൊരു ഭാഗ്യം തന്നെയായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം. എന്തായാലും ജോജിച്ചനുമായിട്ട് ഞങ്ങൾ ജോബിച്ച കേൾക്കാമോ? കേൾക്കാം ഡിജോ. ഞങ്ങൾ ജോജിച്ചനുമായിട്ട് വത്തിക്കാനിലെ ആ ഒരു വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം മൃതസംസ്കാര ശുശ്രൂഷയൊക്കെ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുകയായിരുന്നു. ഇപ്പൊ ജോബിച്ചിലേക്കും കൂടി വരികയാണ്. എങ്ങനെയായിരുന്നു ആ ഒരു അനുഭവം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മൃതസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്തപ്പോൾ? ഞാൻ വാസ്തവത്തില് പരിശുദ്ധ പിതാവിന്റെ മൃതസംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട ദിനബലിയിൽ പങ്കെടുത്തപ്പോ എന്റെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് തോന്നിപ്പിച്ച ഒരു പ്രത്യേക കാര്യം അതിങ്ങനെയായിരുന്നു. ഇവിടെ നടക്കുന്നത് മൃതസംസ്കാരത്തിന് വേണ്ടിയുള്ള ബലിയർപ്പണമല്ല, മറിച്ച് ലോകം മുഴുവനും ഈശോയെ അറിയിക്കുന്ന വിശേഷവൽക്കരണത്തിന്റെ എവാഞ്ചലൈസേഷൻ ആയിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. കാരണം ആ സമയം 1.4 ബില്യൺ ക്രിസ്ത്യാനികൾ ഈ ലോകത്തിലുണ്ട്. എന്നാൽ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആ ഫ്യൂണറൽ മാസിൽ പങ്കെടുത്തുകൊണ്ടിരുന്നത് അവർ മാത്രമല്ലല്ലോ, ലോകം മുഴുവനുമുള്ള സകല മതവിഭാഗത്തിൽപ്പെട്ടവരും എല്ലാവരും അതിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വാസ്തവത്തിൽ ആ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ ദൈവവചനം വായിക്കപ്പെട്ടു, വചനം പ്രഘോഷണം ഉണ്ടായി. അതോടൊപ്പം തന്നെ അത്രയും ജനത ശാന്തമായി വലിയ ഭക്തിയോടുകൂടി
ചുട്ടുപൊള്ളുന്ന ചൂടിൽ ആ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോ അതിലൂടെ മാനസാന്തരപ്പെട്ടവരുണ്ടായിരിക്കാം, ഈശോയെ അറിഞ്ഞവരുണ്ടായിരിക്കാം. അപ്പോ ഒരു സാന്നിധ്യം, ഒരു വ്യക്തിയുടെ വിശുദ്ധി, ഒരു വ്യക്തിയുടെ പവറ് ആറ്റം ബോംബ് കണക്കെ ലോകം മുഴുവനുമുള്ള നേതാക്കളെ ആകർഷിച്ച് അവിടേക്ക് കൊണ്ടുവന്നു എന്ന് തോന്നിയതായിട്ട് എന്റെ ഉള്ളിൽ എനിക്ക് തോന്നി. മാത്രമല്ല, ഒന്ന് ആലോചിച്ച് നോക്കിയേ, ലോകത്തിലെ ഏത് മത നേതാവിന്റെ, രാഷ്ട്ര നേതാവിന് വേണ്ടിയിട്ടാണ് ഇത്രമാത്രം നേതാക്കന്മാർ പങ്കെടുത്ത ഒരു ഫ്യൂണറൽ മാസ് ലോകത്തിൽ ഉണ്ടായിട്ടുള്ളത്? അവിടെ വന്ന് നിൽക്കുന്ന വ്യക്തികൾ ആരാണ്? അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, സെക്കൻഡ് ലേഡി, ഫ്രഞ്ച് പ്രസിഡന്റ്, ലോകത്തിലെ എല്ലാ നേതാക്കന്മാരും ചുട്ടുപൊള്ളുന്ന വെയിലിൽ ഈ വെയില് മാറാൻ വേണ്ടിയിട്ട്. അപ്പം ചിന്തിച്ചു നോക്കുക, അതായത് ഒരു വ്യക്തിയുടെ കൃപ, വിശുദ്ധി ലോകം മുഴുവനുമുള്ള എല്ലാവരെയും ആകർഷിച്ച് വത്തിക്കാൻ സ്ക്വയറിൽ കൊണ്ടുവന്നു. അദ്ദേഹത്തിന്റെ പേരാണ് ഫ്രാൻസിസ്. ഞാൻ പോപ്പ് എന്ന് വിളിക്കുന്നില്ല, കാരണം അദ്ദേഹത്തിന്റെ ആഗ്രഹം തന്നെയാണ്, എന്നെ ഫ്രാൻസിസ് എന്ന് വിളിക്കണം. ഇതാണ് എന്റെ ഉള്ളിൽ തോന്നിയത്. മറ്റൊരു കാര്യം, സമയമുണ്ടെങ്കിൽ ഒരു കാര്യം പറയാൻ ആഗ്രഹമുണ്ട്. പറഞ്ഞോ. അതായത് ഇങ്ങനെ ഒരു കാര്യം ഞാൻ അവിടെ ശ്രദ്ധിച്ചിരുന്നു. അതായത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വെനസ്ഡേ ഓഡിയൻസിലൂടെ, ഞായറാഴ്ചത്തെ ഓഡിയൻസിലൂടെ, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ എൻസൈക്ലിക്കിലൂടെ, അപ്പസ്തോലിക് എക്സോർട്ടേഷനിലൂടെ, അല്ലെങ്കിൽ മിഷണറി ജേണികളിലൂടെ ലോകം മുഴുവനും അദ്ദേഹം സുവിശേഷം പ്രസംഗിച്ചിട്ടുണ്ട്. എന്നാൽ ആ സുവിശേഷം എത്താത്ത ലോകത്തിലെ ഏതെങ്കിലും കോർണറുകൾ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പുഞ്ചിരിയിലൂടെ, അല്ലെങ്കിൽ ഇന്ന് നടന്ന ചരിത്ര പ്രാധാന്യമുള്ള ആ മൃതസംസ്കാരത്തിന് വേണ്ടി അർപ്പിക്കപ്പെട്ട ബലിയിലൂടെ ആ സുവിശേഷം ലോകമെമ്പാടും എത്തേണ്ടത് എല്ലായിടത്തും എത്തിയിട്ടുണ്ട്. അത് അങ്ങനെ ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പുഞ്ചിരി തന്നെ ഒരു സുവിശേഷ. ഞാൻ പണ്ടിരിക്കുമ്പോൾ ലൈവിൽ വന്നപ്പോഴോ ഏതൊരു ഞാൻ സൂചിപ്പിച്ചിരുന്നു, ഫ്രാൻസിസ് മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ രാജ്യത്തെ അർജന്റീനയിലെ ക്രിസ്റ്റീന എന്ന് പറഞ്ഞ പ്രസിഡന്റ് ഇദ്ദേഹമാണോ മാർപ്പാപ്പയായി മാറിയത് എന്നുള്ളൊരു ചോദ്യം ചോദിക്കുകയുണ്ടായി. മാത്രമല്ല, ഒരു കർദിനാള് അദ്ദേഹത്തോട് പറഞ്ഞു, ഇദ്ദേഹം ആരെ കണ്ടാലും ചിരിക്കില്ലല്ലോ, ഫ്രാൻസിസിന് ആകെ ഒരു കുഴപ്പമുള്ളൂ, ചിരിക്കാത്ത മാർപ്പാപ്പ. എന്നാൽ ചിരിക്കാത്ത മാർപ്പാപ്പ ലോകം മുഴുവനും ചിരിക്കുന്ന മാർപ്പാപ്പയായി മാറി എന്നുള്ളത് വലിയൊരു സത്യമാണ്. അദ്ദേഹത്തെ കാണാൻ ലോക നേതാക്കന്മാർ അല്ലെങ്കിൽ ആരെല്ലാം വന്നിട്ടുണ്ടോ അവരെല്ലാം അദ്ദേഹത്തിന്റെ പുഞ്ചിരിച്ചുകൊണ്ടാണ് മാർപ്പാപ്പ എല്ലാവരെയും ഹൃദയത്തിലേക്ക് സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടത് പുഞ്ചിരിക്കുന്ന ഒരു മാർപ്പാപ്പയാണ്, പുഞ്ചിരി വിശേഷം പങ്കുവെച്ച ഒരു മാർപ്പാപ്പയാണ്. ആരെ കണ്ടാലും സ്പർശിക്കുന്ന, കെട്ടിപ്പിടിക്കുന്ന, അല്ലെങ്കിൽ തൊടുന്ന അങ്ങനെയുള്ള ഒരു മാർപ്പാപ്പയെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് ഉള്ളിൽ തോന്നുകയായിരുന്നു. ഓക്കെ അച്ഛൻ പറഞ്ഞത് ഇത് തന്നെയാണ്. നമ്മളെ സംബന്ധിച്ചോളം ഒരു വിശുദ്ധനായ വിശുദ്ധ ഫ്രാൻസിസ് ഇനി ആ ഒരു പേരിലേക്ക് തന്നെ അദ്ദേഹം മാറും എന്നുള്ളത് നമ്മൾക്ക് സംബന്ധിച്ചോളം ഉറപ്പാണ്. എന്തായാലും ഈ ഒരു തത്സമയ സംരക്ഷണത്തിന്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ ജോബിയച്ചനെയും ജോജിയച്ചനൊക്കെ നമ്മൾ ഓർക്കണം. ജോബിയച്ചൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മൊത്തം ഈ ഒരു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മരണത്തിന് അന്ന് മുതൽ അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ടു. അതായത് എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഒരുപാട് റിസ്ക് എടുത്ത് അച്ഛൻ പല കാര്യങ്ങളും നമ്മുടെ പ്രേക്ഷകരിലേക്ക് അച്ഛൻ എത്തിച്ചിരുന്നു. രാത്രിയും രാവിലെയും നോക്കാതെ. എനിക്ക് തോന്നുന്നു ഞങ്ങളൊക്കെ ഇവിടെ വെളുപ്പാങ്കാലത്ത് പോലും അച്ഛൻ അവിടെ രാത്രിയാണെങ്കിൽ കൂടി അച്ഛൻ പല കാര്യങ്ങളും ഞങ്ങൾക്ക് അയച്ചിട്ടിട്ടാണ് കിടന്നുറങ്ങാറ്. രാവിലെ എണീക്കുമ്പോഴേക്കായിരിക്കും അച്ഛൻ്റെ പല ദൃശ്യങ്ങളും അവിടെ നിന്ന് ന്യൂസ് അപ്ഡേറ്റുകളൊക്കെ ഞങ്ങൾക്ക് ലഭിക്കുന്നത്. എങ്കിൽ കൂടി അച്ഛന് ഉറങ്ങുന്നതിന് പോലും സമയമില്ലാത്ത രീതിയിൽ അത്രമാത്രം അച്ഛൻ ഈ ഒരു പ്രേക്ഷകരിലേക്ക്, പ്രത്യേകിച്ച് ഗുഡ്നസ് ടി വി പ്രേക്ഷകരുള്ള സ്നേഹമാണ്. പ്രേക്ഷകരിലേക്ക് വത്തിക്കാൻ എന്നുള്ള ഓരോ അപ്ഡേറ്റും കൃത്യമായി എത്തിക്കാൻ അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ടു എന്നുള്ളത് വസ്തുതയാണ് നമ്മളെ കാണുന്ന പ്രേക്ഷകർക്ക്. അതുകൊണ്ട് അച്ഛനെ ഒരുപാട്, എനിക്ക് തോന്നുന്നു അച്ഛനെ നമ്മുടെ ഗുഡ്നസ് ടി വി പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടമാണ്. കാരണം അച്ഛൻ്റെ പല വീഡിയോസിനും അത്രമാത്രം വ്യൂവേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കാരണം അത്രമാത്രം വ്യക്തമായ അല്ലെങ്കിൽ യാഥാർത്ഥ്യമായ കാര്യം വത്തിക്കാനിൽ നിന്ന് അച്ഛന് ലഭിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം തന്നെ ജോജി അച്ഛനാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ആശുപത്രിയിൽ കിടന്നപ്പോൾ മുതൽ ആ റിപ്പോർട്ടുകൾ നൽകിയിരുന്നത്. അതിനുശേഷം ഇന്നലെ മുതൽ ജോജി അച്ഛൻ വീണ്ടും നമ്മുടെ വത്തിക്കാനിൽ റിപ്പോർട്ടിൽ വീണ്ടും തുടർന്നു. ഇനിയും പ്രേക്ഷകർ ഇതൊരു അങ്ങനെ അവസാനമല്ല. കാരണം
ഇന്നു മുതൽ സഭയിൽ അതായത് പരിശുദ്ധ സിംഹാസനം ഒഴിഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ 9 ദിവസം ദുഃഖാചരണം തുടരുകയാണ്. അതിനുശേഷമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്ന കോൺക്ലേവ്. അപ്പോൾ വത്തിക്കാനിൽ നിന്നുള്ള ഇനി കൂടുതൽ വാർത്തകളും ദൃശ്യങ്ങളുമായിട്ട് നിങ്ങൾ രണ്ടുപേരെയും ഗുഡ്നസ് ടി വി പ്രേക്ഷകർ ഇനിയും പ്രതീക്ഷിക്കുകയാണ്. ഈ ദുഃഖാചരണ ദിവസങ്ങളിലും തുടർന്ന് ആ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതായത് കോൺക്ലേവ് നടക്കുന്ന സമയത്ത് പുതിയ മാർപ്പാപ്പ ആരെന്നറിയുന്നത് പോലും അച്ഛനിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കണം എന്നുള്ള വലിയൊരു ആഗ്രഹം ഞങ്ങൾക്കുണ്ട്. പുതിയ മാർപ്പാപ്പ ഇന്നതാണെന്നുള്ള ഒരു പ്രഖ്യാപനം നിങ്ങളിൽ നിന്ന് തന്നെ. എന്തായാലും അതിനുവേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. എന്തായാലും നമുക്ക് ഈ ഒരു ഡിജോ ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞു, അതിന് ഒരുപാട് നന്ദി. പക്ഷെ ഞാനൊരു കാര്യം കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുകയാണ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അകത്ത് ഞങ്ങൾ ഈ ദിവസങ്ങളിലൊക്കെ ചെയ്ത കാര്യങ്ങളെല്ലാം സത്യമാണ് അതിനകത്തൊരു സുവിശേഷ വേല പോലെ ഞങ്ങൾക്ക് തോന്നി. അതായത് മാധ്യമ പ്രവർത്തനത്തിന് ഒരു സുവിശേഷ ഡൈമെൻഷൻ ഉണ്ടെന്ന്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾക്ക് ഡിജോനറിയാം, നമുക്ക് ക്യാമറയില്ല, പ്രോപ്പറായിട്ട് ഒന്നും തന്നെ നമ്മുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന മൊബൈൽ ഫോൺ ആയിരുന്നു. പക്ഷേ ദൈവം നയിക്കുന്ന രീതിയിൽ ഏറ്റവും നന്നായിട്ട് പറ്റുന്ന രീതിയിൽ ചെയ്യാൻ സാധിച്ചു. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലുള്ള ഒരു പാവപ്പെട്ട വ്യക്തികൾ, അവർക്ക് പത്രം വായിക്കാൻ അറിയാൻ പാടില്ലാത്തൊരു പോലുണ്ട്. അത് ഗുഡ്നസ് ടി വിയിലൂടെയാണ് ഒത്തിരി പേര് വാർത്തകൾ അറിയാൻ സാധിച്ചത്. ഞങ്ങള് എവിടെയെങ്കിലും ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ ഉടനെ പറയും, അച്ഛാ ഞങ്ങൾ ഗുഡ്നസ് ടി വിയിലൂടെ ആയിട്ട് കൃത്യമായിട്ട് വാർത്തകളെല്ലാം അറിഞ്ഞത്, അതിന് ഒരുപാട് നന്ദി. അപ്പം അങ്ങനെ ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാം. അതിന് നിങ്ങളെടുത്ത വലിയൊരു എഫേർട്ട് ഉണ്ട്. ഞാനത് അതും കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം നിങ്ങളുടെ ടീം, ഡിജോന്റെ അലക്സിന്റെ നേതൃത്വത്തിലുള്ള ടീം വളരെ താല്പര്യത്തോടു കൂടി ഇതിന്റെ പിന്നാലെ നോൺ സ്റ്റോപ്പ് ആയിട്ട് ഞങ്ങളോട് പറ്റുന്ന രീതിയിൽ ആവശ്യപ്പെട്ടും പറയുന്നതനുസരിച്ച് അതിന്റെ പിന്നാലെ വലിയൊരു വർക്ക് ചെയ്തിട്ടുണ്ട്. അതെല്ലാം സുവിശേഷത്തിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി. പക്ഷെ ഞാൻ പറയാമെന്നതല്ല, അതറിയാതെ പറഞ്ഞു പോയത് ക്ഷമിക്കണം. പറയാമെന്നതാണ്, നമ്മള് ജോജി അച്ഛന്റെ കാര്യം പ്രത്യേകിച്ച് ഡിജോച്ചൻ പറഞ്ഞു. നമ്മള് ഒത്തിരി നന്ദി പറയേണ്ടതുണ്ട് ജോജി അച്ഛന്. കാരണം അച്ഛൻ ഇപ്പൊ ഈ ദിവസങ്ങളിൽ ലൂർദില് ഒരു തീർത്ഥാടനത്തിന് പോയിരിക്കുകയായിരുന്നു. പക്ഷെ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആ തീർത്ഥാടനത്തിന്റെ മധ്യത്തിൽ അത് ഉപേക്ഷിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ദിവസങ്ങളിൽ ആഗ്രഹിച്ചതനുസരിച്ച് നമുക്ക് വേണ്ടിയിട്ട്, പ്രേക്ഷകർക്കും ഗുഡ്നസ് ടിവിക്കും വേണ്ടിയിട്ട് ഇന്നലെ ഇവിടെ എത്തിച്ചേരുകയും അതോടൊപ്പം തന്നെ ഇന്ന് നമ്മുടെ കൂടെ ചേരുകയും ചെയ്തത്. ആദ്യം 38 ദിവസം മുടങ്ങാതെ ജമലി ആസ്പത്രിയിൽ നിന്നും വാർത്തകൾ കൊടുക്കാൻ സാധിച്ചതിന് പിന്നിൽ അദ്ദേഹത്തിന്റെ കോൺഗ്രിഗേഷൻ, മോൺഫോർട്ട് കോൺഗ്രിഗേഷന്റെയും ഒരു സഹകരണം ഉണ്ടായിരുന്നു. അതിനുകൂടി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഒപ്പം നമ്മുടെ പ്രേക്ഷകർ, ഗുഡ്നസ് ടിവിയുടെ പ്രേക്ഷകർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വലിയ സ്നേഹത്തോടെ സന്തോഷത്തോടെ കാണുമ്പോഴൊക്കെ ഈ ഫോൺ കോളുകളായും അല്ലെങ്കിൽ കണ്ടുമുട്ടുമ്പോഴൊക്കെ പറഞ്ഞിരുന്നു, ഇതിലൂടെ ഞങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ, കൃത്യമായിട്ടുള്ള വിവരങ്ങൾ. കാരണം പല ചാനലുകളും തെറ്റായ വാർത്തകളും അല്ലെങ്കിൽ എക്സാജറേറ്റ് ചെയ്ത വാർത്തകളൊക്കെ പോകുന്നുണ്ടായിരുന്നു. പക്ഷെ ദൈവം നമുക്ക് നൽകിയ ഒരു കൃപ അനുസരിച്ചും കിട്ടിയ വാർത്തകൾ അത് വെരിഫൈ ചെയ്ത് പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ ഈശോയുടെ മഹത്വത്തിന് വേണ്ടി മാതാവിന്റെ സഹായത്താൽ എത്തിക്കാൻ സാധിച്ചു. അതിനെല്ലാ മഹത്വം ദൈവത്തിന് തന്നെ ഇരിക്കട്ടെ. തീർച്ചയായിട്ടും എല്ലാം ദൈവത്തിനാണ്. ദൈവം നയിച്ചത് കൊണ്ടാണ് നമുക്കെല്ലാം ഇത് സാധിക്കുന്നതെന്നതും. എന്തായാലും പ്രത്യേകിച്ച് 2 അച്ഛന്മാർക്കും, ജോബി അച്ഛനും ജോജി അച്ഛനും ഈ ഒരു സമയം നന്ദി പറയുകയാണ്. ഇന്നു മുതൽ തുടങ്ങിയ ദുഃഖാചരണം ഇനി 9 ദിവസം നീണ്ടു നിൽക്കുന്നു. ദുഃഖാചരണത്തിന് ഓരോ ദിവസവും ഓരോ തിരുക്കർമ്മങ്ങൾ, വിശുദ്ധ കുർബാനകൾ നടക്കുന്നുണ്ട്. അപ്പം അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ അച്ഛൻ നിങ്ങളിൽ നിന്ന് 2 പേരിൽ നിന്നും റോമിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. കാരണം അതും നമുക്ക് പ്രേക്ഷകർക്ക് എത്തിക്കണം. അതുപോലെ തന്നെ പിന്നീട് നടക്കുന്ന കോൺക്ലേവുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട വാർത്തകളെല്ലാം ഞങ്ങൾക്ക് ലഭിക്കണം. അപ്പോൾ അതും പ്രേക്ഷകരിലേക്ക് നമ്മൾ കൃത്യമായി എത്തിക്കുമെന്ന് തന്നെ നമ്മളിപ്പോൾ പറയുകയാണ്. അച്ഛാ, അപ്പോൾ 2 പേർക്കും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മൃതസംസ്കാര ശുശ്രൂഷയുമായി ബന്ധപ്പെട്ടുള്ള ഒരു 3-4 കഴിഞ്ഞ തിങ്കളാഴ്ച തുടങ്ങിയ ഈ ഒരു തത്സമയ സംപ്രേക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇന്നിപ്പോൾ ശനിയാഴ്ചയോടുകൂടിയാണ് അത് അവസാനിക്കുന്നത്. രാവിലെ മുതൽ പാതിരാത്രി വരെ, അർദ്ധരാത്രി വരെയായിരുന്നു നമ്മൾ ഈ ഒരു സ്ഥലത്ത് തത്സമയ സംപ്രേഷണം തുടർന്നുകൊണ്ടിരുന്നത്. ഓരോ ദിവസവും അതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ ആയിട്ട് വന്നിട്ട് എല്ലാ ദിവസവും അച്ഛനും വന്നിരുന്നു. ഓരോ മണിക്കൂറുകൾ ഇടപെട്ടും എല്ലാ സമയങ്ങളൊക്കെ വന്ന് റിപ്പോർട്ടുകൾ തന്നുകൊണ്ടിരുന്നു. എല്ലാത്തിനും ഒരുപാട് നന്ദി. ഇനിയും പ്രേക്ഷകർക്ക് ഗുഡ്നസ് ടി വിയിൽ നിന്നും ഈ ഗുഡ്നസ് ന്യൂസിൽ നിന്നും വത്തിക്കാനിലെ റിപ്പോർട്ടുകളുമായി ജോബി അച്ഛനും ജോജി അച്ഛനും വരും. അത് പ്രേക്ഷകർക്കുള്ള ഉറപ്പ് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു തത്സമയ സംപ്രേഷണത്തിന് അവസാന ഘട്ടത്തിലേക്ക് പോവാണ്. നന്ദി അച്ഛാ. താങ്ക് യു ഡിജോ. ദൈവം അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മയ്ക്കും ദൈവത്തിന് മഹത്വം. ദൈവത്തിന് നന്ദി.